നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US നടപടിയിൽ ഞെട്ടിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഇത്ര പെട്ടെന്ന് ഒരടി ഇറാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ടെഹ്റാനിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. വടക്ക് കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയുമായാണ് അമേരിക്ക രംഗത്ത് വന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. സിറിയയിലെ ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളെയും ഇറാഖിലെയും 85 കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം ഉൾപ്പെടെ നടത്തിയത്. ഞായറാഴ്ചത്തെ ആക്രമണത്തിനുള്ള ആദ്യ മറുപടി മാത്രമാണിതെന്നും ആക്രമണം തുടരുമെന്നുമാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. ഞായറാഴ്ച ജോർദാനിലെ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ 40-ലധികം US സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പലരുടെയും നില ഗുരുതരവുമാണ്. ഈ സംഭവത്തോടെയാണ് അമേരിക്ക പ്രതികാരം ചെയ്യാനായി തുനിഞ്ഞിറങ്ങിയത്. അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ജോ ബൈഡൻ പറഞ്ഞു. സിറിയയിലെ 4 സ്ഥലങ്ങളിലും ഇറാഖിലെ 3 സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ആക്രമണം 30 മിനിറ്റിലധികം നീണ്ടുനിന്നു. ഇതിനുശേഷം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മടങ്ങി പോകുകയായിരുന്നു. നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വരുന്നുവെന്നും അമേരിക്ക അറിയിച്ചു. സിറിയയിലും ഇറാഖിലും ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് US സൈന്യത്തെ ആക്രമിച്ചതെന്നാണ് നേരത്തെ ബൈഡൻ വ്യക്തമാക്കിയത്. ഇതിനുള്ള കനത്ത തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും ബൈഡൻ അന്നേ വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് US സൈനികർ കൊല്ലപ്പെടുന്നത്. അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള US സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു. പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ US സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കും വരെ മേഖലയിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ വിഭാഗം അറിയിച്ചിരുന്നു. എന്നാൽ ഒരടിക്ക് 10 തിരിച്ചു നൽകുമെന്ന് അമേരിക്കയും വ്യക്തമാക്കി. ഇപ്പോൾ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. എതിരാളികളുടെ ആയുധങ്ങൾ ഉൾപ്പെടെ തകർക്കാൻ കഴിഞ്ഞുവെന്നും സ്ട്രൈക്കുകൾ വിജയകരമായിരുന്നുവെന്നും ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ US ലഫ്റ്റനന്റ് ജനറൽ ഡഗ്ലസ് സിംഗ് പറഞ്ഞു. വെള്ളിയാഴ്ച ബൈഡനും പെന്റഗൺ നേതാക്കളും ഡെലവെയറിലെ ഡോവർ എയർഫോഴ്സ് ബേസിൽ എത്തിയിരുന്നു. IRGCക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് ബൈഡൻ നിർദ്ദേശം നൽകിയതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇത് തങ്ങളുടെ പ്രതികാരത്തിന്റെ തുടക്കമാണെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി. എന്നാൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും ടെഹ്റാനും യുദ്ധം ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പെന്റഗൺ പറഞ്ഞു.